Hi all, myself Ashwati US from S4 Civil, Trinity College of Engineering. I am here to present my topic about Directive Principles of State Policy, guided by Alexar, Assistant Professor at Trinity College of Engineering. MCN 202 Constitution of India, Module 2 Lecture 3, Directive Principles of State Policy എന്ന ടോപ്പിക്കാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. Directive Principles of State Policy, സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങൾ. These are the contents of my presentation. What is DPSp, history of DPSp, characteristics and features of the DPSp, classification of DPSp, and last one, directives of DPSp. First one, what is DPSp? DPSp are guidelines to the central and state governments of India to be kept in mind while framing laws and policies. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നയങ്ങളും നിയമങ്ങളും രൂപപ്പെടുത്തുമ്പോൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളാണ്. ദീസ് പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ പാർട്ട് 4 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർ നോട്ട് എൻഫോഴ്സബിൾ ബൈ എനി കോർട്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 4ാം ഭാഗം ഉൾക്കൊള്ളുന്ന ഈ വ്യവസ്ഥകൾ ഒരു കോടതിക്കും നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. ബട്ട് ദ പ്രിൻസിപ്പിൾസ് ലേ ഡൗൺ ദെയറിൻ ആർ കൺസിഡേർഡ് ഫണ്ടമെൻ്റൽ ഇൻ ദ ഗവൺമെൻറ്റ്സ് ഓഫ് ദി കൺട്രി. എന്നിരുന്നാലും ഈ തത്വങ്ങൾ രാജ്യത്തിൻ്റെ ഭരണത്തിൽ അടിസ്ഥാനപരമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി സ്റ്റേറ്റ് ടു അപ്ലൈ ദീസ് പ്രിൻസിപ്പിൾസ് ഇൻ ലെജിസ്ലേഷൻ ടു എസ്റ്റാബ്ലിഷ് എ ന്യൂ ജസ്റ്റ് സൊസൈറ്റി ഇൻ ദി കൺട്രി. അതായത് നീതിയുക്തമായ ഒരു സമൂഹം സ്ഥാപിക്കുന്നതിന് വേണ്ടി നിയമങ്ങളും നയങ്ങളും രൂപപ്പെടുത്തുമ്പോൾ അതിൽ ഈ തത്വങ്ങൾ കൂടെ പ്രയോജനപ്പെടുത്തേണ്ടത് സംസ്ഥാനത്തിൻ്റെ കടമയാണെന്ന് പറയുന്നുണ്ട്. The DPSp are enumerated in Part 4 of the Constitution from Article 36 to 51. ഭരണഘടനയുടെ 4ാം ഭാഗത്തിൽ ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയാണ് DPSp പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. The framers of the Constitution of borrowed this idea from the Irish Constitution of 1937, which had copied it from the Spanish Constitution. അതായത് 1937 നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ DPSp എന്ന ആശയം കടമെടുത്തേക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നായിരുന്നു. എന്നാൽ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻകാർ ഇത് കടമെടുത്തേക്കുന്നത് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷൻകാരുടെ നിന്നായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് DPSp എന്ന ആശയം കൊണ്ടുവന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാ എന്ന് ചോദിച്ചാൽ അത് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ഡോക്ടർ B.R. അംബേദ്കർ ഡിസ്ക്രൈബ്ഡ് ദീസ് പ്രിൻസിപ്പിൾ ആസ് നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ B.R. അംബേദ്കർ ഈ തത്വങ്ങളെ നോവൽ സവിശേഷതകളെന്ന് വിശേഷപ്പെടുത്തി. നെക്സ്റ്റ്, ഹിസ്റ്ററി ഓഫ് DPSpയുടെ ചരിത്രം. ദ കൺസെപ്റ്റ് ഓഫ് DPSp വാസ് ബോറോഡ് ഫ്രം ദി ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു DPSp എന്ന ആശയം കടമെടുത്തേക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നായിരുന്നു. ദ മേക്കേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വെയർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ഐറിഷ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാതാക്കൾ ഐറിഷ് ദേശീയ പ്രസ്ഥാനത്താൽ സ്വാധീനിക്കപ്പെട്ടവരായിരുന്നു. The principles have been inspired by the directive principles given in the Constitution of Ireland and also by the principles of Gandhism and related to social justice, economic welfare, foreign policy and legal and administrative matters. അതായത് ഈ തത്വങ്ങൾ രൂപീകരിക്കാൻ പ്രചോദനമായത് അയർലൻഡിൻ്റെ നിർദ്ദേശ തത്വങ്ങളും ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആയ സോഷ്യൽ ജസ്റ്റിസ് സാമൂഹിക നീതി, എക്കണോമിക് വെൽഫെയർ സാമ്പത്തിക ക്ഷേമം, ഫോറിൻ പോളിസി വിദേശ നയം, ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് നിയമപരമായ കാര്യങ്ങൾ ഇവയൊക്കെ ആയിരുന്നു. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DPSp എയിം ടു ക്രിയേറ്റ് സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ അണ്ടർ വിച്ച് ദി സിറ്റിസൺ ക്യാൻ ലീഡ് എ ഗുഡ് ലൈഫ്. അതായത് ഇന്ത്യയിലെ ഒരു പൗരന് ഒരു നല്ല ജീവിതം നയിക്കാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തികമായും സാമൂഹികമായുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു DPSpയുടെ ഒരു ലക്ഷ്യം. നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി ത്രൂ എ വെൽഫെയർ സ്റ്റേറ്റ്. ക്ഷേമരാഷ്ട്രത്തിലൂടെ സാമ്പത്തികമായും സാമൂഹികമായും ജനാധിപത്യം സ്ഥാപിക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം. ദ ആക്ട് എസ് യാർഡ്സ്റ്റിക്ക് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി പീപ്പിൾ ടു മെഷർ ദി പെർഫോമൻസ് ഓഫ് ദി ഗവൺമെൻറ്. അതായത് സർക്കാരിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ കയ്യിൽ ഒരു അളവുകോലായിട്ട് ഇവ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ജസ്റ്റിസബിൾ റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ. അതായത് ജനങ്ങളുടെ ന്യായീകരിക്കപ്പെടാനാവാത്ത അവകാശങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ദോ നോട്ട് ജസ്റ്റിസബിൾ ആർ ഫണ്ടമെൻ്റൽ ഇൻ ദി ഗവൺമെൻറ്റ്സ് ഓഫ് ദി കൺട്രി. അതായത് നിർദ്ദേശ തത്വങ്ങൾ നീതിന്യായമായവ അല്ലെങ്കിലും ഇത് രാജ്യഭരണത്തിൽ അടിസ്ഥാനപരമായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ടായിരുന്നു.
Next, features of the DPSp. It denotes the ideals that the state should keep in mind while formulating policies and enacting laws. നയങ്ങൾ രൂപപ്പെടുത്തുമ്പോഴും നിയമങ്ങൾ രൂപപ്പെടുത്തുമ്പോഴും ഭരണകൂടം മനസ്സിൽ സൂക്ഷിക്കേണ്ട ആശയങ്ങളെ ഇത് സൂചിപ്പിക്കുന്നു. The directive principles resemble the instrument of instructions. ഈ നിർദ്ദേശ തത്വങ്ങൾ നിർദ്ദേശങ്ങളുടെ ഉപകരണം പോലെയാണ്. It promotes the concept of a welfare state and not that of a police state. ഒരു പോലീസ് സ്റ്റേറ്റ് എന്നതിലുപരി ക്ഷേമരാഷ്ട്രത്തിലൂടെ പ്രവർത്തിക്കാനായിരുന്നു ഇത് പ്രോത്സാഹിപ്പിച്ചിരുന്നത്. They are not legally enforceable by the courts. കോടതികൾക്ക് ഈ തത്വങ്ങൾ നിയമപരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് DPSp. DPSpയെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഫസ്റ്റ് വൺ, സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്. ദീസ് പ്രിൻസിപ്പിൾസ് റിഫ്ലക്ട് ദി ഐഡിയോളജി ഓഫ് സോഷ്യലിസം. സോഷ്യലിസം എന്ന ആശയത്തെ പ്രതിപാദിപ്പിക്കുന്നതായിരുന്നു ഈ തത്വങ്ങൾ. എയിംസ് അറ്റ് പ്രൊവൈഡിങ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്. ഇവയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള നീതി പ്രൊവൈഡ് ചെയ്യുക എന്നതായിരുന്നു. ഇറ്റ് പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ ക്ഷേമത്തെയായിരുന്നു ഇത് പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ഇതേപ്പറ്റി ആർട്ടിക്കിൾ 38 പറയുന്നുണ്ട്. ടു പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദി പുവർ. ആർട്ടിക്കിൾ 39. അതായത് ദരിദ്രർക്ക് സൗജന്യമായിട്ടുള്ള നിയമസഹായങ്ങളും തുല്യമായിട്ടുള്ള നീതിയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇതേപ്പറ്റി ആർട്ടിക്കിൾ 39 പറയുന്നുണ്ട്. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഫോർ ദി കോമൺ ഗുഡ്. ആർട്ടിക്കിൾ 39. അതായത് പൊതു നന്മയ്ക്കായിട്ട് സമൂഹത്തിൻ്റെ ഭൗതിക വിഭവങ്ങളെ തുല്യമായിട്ട് വിതരണം ചെയ്യുമായിരുന്നു. ഇതേപ്പറ്റി ആർട്ടിക്കിൾ 39 പറയുന്നുണ്ട്. പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്. ആർട്ടിക്കിൾ 39. സമ്പത്തിൻ്റെ കേന്ദ്രീകരണം തടയൽ. ആർട്ടിക്കിൾ 39 ഇതേപ്പറ്റി പറയുന്നുണ്ട്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൻ. ആർട്ടിക്കിൾ 39. അതായത് തുല്യ ജോലിക്ക് സ്ത്രീക്കായാലും പുരുഷനായാലും തുല്യമായിട്ടുള്ള വേതനം നൽകണം. ഇതേപ്പറ്റിയും ആർട്ടിക്കിൾ 39 പറയുന്നുണ്ട്. ടു സെക്യൂർ എ ലിവിങ് വേജ് ആൻഡ് എ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്. ജീവനുള്ള വേതനം ഉറപ്പാക്കാൻ മാന്യമായിട്ടുള്ള ജീവിത നിലവാരം സെക്യൂർ ചെയ്തിരുന്നു. ഇതേപ്പറ്റി ആർട്ടിക്കിൾ 43 പറയുന്നുണ്ട്. ടു സെക്യൂർ ദി റൈറ്റ് ടു വർക്ക് ടു എഡ്യൂക്കേഷൻ. ആർട്ടിക്കിൾ 43. നമുക്ക് ജോലി ചെയ്യുന്നതിനും വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശത്തെ പറ്റി ആർട്ടിക്കിൾ 43 പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. ദീസ് പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ ഗാന്ധിയൻ ഐഡിയോളജി. ഗാന്ധിയൻ ഐഡിയോളജിയെ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നത്. ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത് ടു ഫങ്ഷൻ ആസ് യൂണിറ്റ് ഓഫ് സെൽഫ് ഗവൺമെൻറ്. ആർട്ടിക്കിൾ 40. അതായത് സ്വയം സർക്കാരിൻ്റെ യൂണിറ്റുകളായി പ്രവർത്തിക്കാൻ ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിച്ചിരുന്നു. ഇതേപ്പറ്റി ആർട്ടിക്കിൾ 40 പറയുന്നുണ്ട്. ടു പ്രൊമോട്ട് വില്ലേജ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. ഗ്രാമ കുടിൽ വ്യവസായങ്ങളെ പ്രൊമോട്ട് ചെയ്തിരുന്നു. ഇതേപ്പറ്റി ആർട്ടിക്കിൾ 43 പറയുന്നുണ്ട്. ടു പ്രൊമോട്ട് ദി എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് SCS, STS, അതർ വീക്കർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി. ആർട്ടിക്കിൾ 46. അതായത് SCS, STS ആൻഡ് മറ്റ് SC, ST പോലെയുള്ള മറ്റ് ദുർബല വിഭാഗക്കാരുടെ സാമ്പത്തികപരമായിട്ടുള്ളതും വിദ്യാഭ്യാസപരമായിട്ടുമുള്ള താല്പര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇതേപ്പറ്റി ആർട്ടിക്കിൾ 46 പറയുന്നുണ്ട്. ടു പ്രൊഹിബിറ്റ് ദി കൺസെപ്ഷൻ ഓഫ് ഇനോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് വിച്ച് ആർ ഇഞ്ചുറീസ് ടു ഹെൽത്ത്. ആർട്ടിക്കിൾ 47. അതായത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ ലഹരി പാനീയങ്ങളുടെ ഉപയോഗവും മയക്കുമരുന്നുകളുടെ ഉപയോഗവും അതിനൊക്കെയുള്ള നിരോധനം. ഇതേപ്പറ്റി ആർട്ടിക്കിൾ 47 പറയുന്നുണ്ട്. നെക്സ്റ്റ്, ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ദി പ്രിൻസിപ്പിൾസ് റെപ്രസെൻറ്റ് ദി ഐഡിയോളജി ഓഫ് ലിബറലിസം. ലിബറലിസം എന്ന ആശയത്തെ പ്രതിപാദിക്കുന്നവയായിരുന്നു ഈ തത്വങ്ങൾ. യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദി കൺട്രി. ആർട്ടിക്കിൾ 44. രാജ്യത്തുടനീളം ഒരു ഏകീകൃതമായ സിവിൽ കോഡ് ഉണ്ടായിരുന്നു. ഇതേപ്പറ്റി ആർട്ടിക്കിൾ 44 പറയുന്നുണ്ട്. ടു പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അണ്ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 6 years. ആർട്ടിക്കിൾ 45. അതായത് എല്ലാ കുട്ടികൾക്കും 6 വയസ്സ് പൂർത്തിയാകുന്നത് വരെ കുട്ടിക്കാലത്തെ പരിചരണവും വിദ്യാഭ്യാസവും നൽകുന്നു. ഇതേപ്പറ്റി ആർട്ടിക്കിൾ 45 പറയുന്നുണ്ട്. ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദി എൻവയോൺമെൻറ്റ് ആൻഡ് ടു സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ആർട്ടിക്കിൾ 48A. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും അതിനെ മെച്ചപ്പെടുത്തുന്നതിനും വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനും പറ്റി ആർട്ടിക്കിൾ 48A പറയുന്നുണ്ട്.
To protect monument places and object of artistic or historic interest, ആർട്ടിക്കിൾ 49, അതായത് കലാപരമായ അല്ലെങ്കിൽ ചരിത്രപരമായ സ്മാരകങ്ങളുടെയും സ്ഥലങ്ങളുടെയും വസ്തുക്കളുടെയും ഒക്കെയുള്ള സംരക്ഷണം. ഇതേപ്പറ്റി ആർട്ടിക്കിൾ 49 പറയുന്നുണ്ട്. ടു പ്രൊമോട്ട് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ആൻഡ് മെയിൻറ്റെയിൻ ജസ്റ്റ് ആൻഡ് ഹോണറബിൾ റിലേഷൻ ബിറ്റ്വീൻ നേഷൻസ്, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യങ്ങൾക്കിടയിൽ നീതിയും മാന്യവുമായ ബന്ധം നിലനിർത്തുന്നതിനെയും പറ്റി ആർട്ടിക്കിൾ 51 പറയുന്നുണ്ട്. നെക്സ്റ്റ്, ന്യൂ DPSp. The 42nd Amendment Act of 1976 added 4 new directive principles to the original list. 1976 42ാം ഭേദഗതി നിയമം യഥാർത്ഥ പട്ടികയിൽ 4 പുതിയ നിർദ്ദേശ തത്വങ്ങൾ കൂടെ ചേർത്തു. They require the state. First one, to secure opportunities for healthy development of children. കുട്ടികളുടെ ആരോഗ്യകരമായ വികസനത്തിനുള്ള അവസരങ്ങളെ സുരക്ഷിതമാക്കാൻ. ഇതേപ്പറ്റി ആർട്ടിക്കിൾ 39 പറയുന്നുണ്ട്. To promote equal justice and to provide free legal aid to the poor. ആർട്ടിക്കിൾ 39A. തുല്യനീതി പ്രോത്സാഹിപ്പിക്കുന്നു, ദരിദ്രർക്ക് സൗജന്യമായിട്ടുള്ള നിയമസഹായം നൽകുന്നു. ഇതേപ്പറ്റി ആർട്ടിക്കിൾ 39A പറയുന്നുണ്ട്. To take steps to secure the participation of workers in the management of industries. ആർട്ടിക്കിൾ 43A. അതായത് വ്യവസായ മാനേജ്മെൻറ്റുകളിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള നടപടികൾ ഉൾക്കൊണ്ടിരുന്നു. ഇതേപ്പറ്റി ആർട്ടിക്കിൾ 43A പറയുന്നുണ്ട്. To protect and improve the environment and to safeguard forest and wildlife. ആർട്ടിക്കിൾ 48A. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനും. ഇതേപ്പറ്റി ആർട്ടിക്കിൾ 48A പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഡയറക്റ്റീവ്സ്, നിർദ്ദേശങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയാണ് DPSp ഇനോമറേറ്റ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ, ആർട്ടിക്കിൾ 36, ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനാണ് ആർട്ടിക്കിൾ 36 പറഞ്ഞേക്കുന്നത്. The state include the government and the parliament of India and the government and the legislature of each of the state and all local or other authorities within the territory of India or under the control of the government of India. അതായത് ഓരോ സംസ്ഥാനങ്ങളുടെയും ഗവൺമെൻറ്റിനും നിയമനിർമ്മാണ സഭയും പ്രാദേശിക നഗരങ്ങളും മറ്റ് നഗരങ്ങളും ഇന്ത്യയുടെ പ്രദേശത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ത്യക്കായുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും എന്നതാണ് സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ആർട്ടിക്കിൾ 37, ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ്, തത്വങ്ങളുടെ പ്രയോഗം. ആർട്ടിക്കിൾ 38, സ്റ്റേറ്റ് ടു സെക്യൂർ എ സോഷ്യൽ ഓർഡർ ഫോർ ദി പ്രൊമോഷൻ ഓഫ് വെൽഫെയർ ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി സംസ്ഥാനത്ത് ഒരു സാമൂഹിക ക്രമം ഉറപ്പാക്കുന്നു. നെക്സ്റ്റ്, ആർട്ടിക്കിൾ 39, certain principles of policy to be followed by the state. അതായത് ഇനി പറയാൻ പോകുന്ന ചില നടപടിക്രമങ്ങൾ നമ്മുടെ സംസ്ഥാനങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. ഈക്വൽ റൈറ്റ് ഫോർ മെൻ ആൻഡ് വുമൺ. സ്ത്രീക്കായാലും പുരുഷനായാലും തുല്യ അവകാശമായിരുന്നു. ഓണർഷിപ്പ് ഓഫ് റിസോഴ്സസ്. വിഭവങ്ങളുടെ ഉടമസ്ഥാവകാശം. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. തുല്യ ജോലിക്ക് തുല്യമായ വേതനം. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ സംരക്ഷണം. നെക്സ്റ്റ്, ആർട്ടിക്കിൾ 39A, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു സിറ്റിസൺസ് ഹാവിങ് എക്കണോമിക് ഓർ അതർ ഡിസബിലിറ്റീസ്. അതായത് രാജ്യത്തിലെ പൗരന്മാർക്ക് അവർ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉള്ളവരോ അവർക്ക് തുല്യമായിട്ടുള്ള നീതിയും സൗജന്യമായിട്ടുള്ള നിയമസഹായങ്ങളും പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇതേപ്പറ്റി ആർട്ടിക്കിൾ 39A പറയുന്നത്. നെക്സ്റ്റ്, ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 40 ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകളുടെ സംഘടനയെപ്പറ്റി ആർട്ടിക്കിൾ 40 പറയുന്നു. ആർട്ടിക്കിൾ 41, റൈറ്റ് ടു വർക്ക്, ടു എഡ്യൂക്കേഷൻ ആൻഡ് ടു പബ്ലിക് അസിസ്റ്റൻ്റ് ഇൻ സർട്ടൻ കേസസ്. ജോലി ചെയ്യുന്നതിനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പൊതുസഹായം ചെയ്യുന്നതിനുള്ള അവകാശം. ഇതേപ്പറ്റിയൊക്കെ ആർട്ടിക്കിൾ 41 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 42, പ്രൊവിഷൻ ഫോർ ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ ഓഫ് വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ്. ന്യായവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങൾക്കായി വ്യവസ്ഥകൾ ഏർപ്പെടുത്തുന്നതിനും മെറ്റേണിറ്റി റിലീഫ്. അതായത് 12 വീക്കായിരുന്നു മുന്നേ മെറ്റേണിറ്റി റിലീഫ് അവകാശം ഉണ്ടായിരുന്നത്. അത് മാറി ഇപ്പോൾ 26 പെയ്ഡ് വീക്ക് വരെ ലീവിനുള്ള അവകാശം വന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ 43, ലിവിങ് വേജ്, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ എക്സെട്ര ഫോർ വർക്കേഴ്സ്. തൊഴിലാളികൾക്ക് ജീവിത വേതനത്തിനും നല്ല ജോലി സാഹചര്യങ്ങൾക്കും. നെക്സ്റ്റ്, ആർട്ടിക്കിൾ 43A, പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്. അതായത്
വ്യവസായങ്ങളുടെ മാനേജ്മെൻറ്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. നെക്സ്റ്റ് ആർട്ടിക്കിൾ 44. ആർട്ടിക്കിൾ 44 പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് ഫോർ ദ സിറ്റിസൻസ്. രാജ്യത്തിലെ പൗരന്മാർക്ക് ഒരു ഏകീകൃത സിവിൽ കോഡ് ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾ 45 പ്രൊവിഷൻ ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾ 46 പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ വീക്കർ സെക്ഷൻസ്. അതായത് പട്ടികജാതി, പട്ടികവർഗം, മറ്റ് ദുർബല വിഭാഗക്കാരുടെ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായിട്ടുള്ള താൽപ്പര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. നെക്സ്റ്റ് ആർട്ടിക്കിൾ 47 ഡ്യൂട്ടി ഓഫ് ദി സ്റ്റേറ്റ് ടു റൈസ് ദ ലെവൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആൻഡ് ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത്. പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താൻ പോഷകാഹാര നിലവാരം ഉയർത്താനുള്ള രാജ്യത്തിൻ്റെ കടമയെ പറ്റിയാണ് ആർട്ടിക്കിൾ 47 പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 48 ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. അതായത് കൃഷി, മൃഗസംരക്ഷണം എന്നിവയ്ക്കൊക്കെയുള്ള സംഘടന. നെക്സ്റ്റ് ആർട്ടിക്കിൾ 48A പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും അതിനെ മെച്ചപ്പെടുത്തുന്നതിനും വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനെയും പറ്റി ആർട്ടിക്കിൾ 48A പറയുന്നു. ആർട്ടിക്കിൾ 49 പ്രൊട്ടക്റ്റ് അയൺ ഓഫ് മോണുമെൻറ്റ്സ് ആൻഡ് പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. ദേശീയ പ്രസ്ഥാനമുള്ള സ്ഥലങ്ങളുടെയും സ്മാരകങ്ങളുടെയും വസ്തുക്കളുടെയും ഒക്കെയുള്ള സംരക്ഷണം. നെക്സ്റ്റ് ആർട്ടിക്കിൾ 50 സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. ഭരണനിർവഹണത്തെ നീതിന്യായത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിരുന്നു. ആൻഡ് ലാസ്റ്റ് വൺ ആർട്ടിക്കിൾ 51 പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ജസ്റ്റ് ആൻഡ് ഹോണറബിൾ റിലേഷൻ എൻകറേജ് സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ട് ബൈ ആർബിട്രേഷൻ. നീതിയും മാന്യവുമായ ബന്ധങ്ങൾ അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് ആർട്ടിക്കിൾ 51 പറയുന്നത്. നെക്സ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് DPSps ത്രൂ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിലൂടെയാണ് DPSp എന്ന ആശയം നടപ്പിലാക്കി പോന്നിരുന്നത്. ലാൻഡ് റിഫോം ആക്ട്സ്, ഭൂപരിഷ്കരണ നിയമങ്ങൾ, ബാങ്കിംഗ് പോളിസി, ബാങ്കിംഗ് നയം, വെൽഫെയർ സ്കീംസ് ഫോർ ദി വീക്കർ സെക്ഷൻസ്, ദുർബല വിഭാഗക്കാർക്കുള്ള ക്ഷേമപരമായ പദ്ധതികൾ, ന്യൂക്ലിയർ ഡിസാർമമെൻറ്റ്, ആണവ നിരായുധീകരണം, പഞ്ചായത്തി രാജ്, ദ ഈക്വൽ റിമ്യൂണറേഷൻ ആക്ട് ഓഫ് 1976, 1976 തുല്യവേതന നിയമം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986, 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം, ദ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ഓഫ് 2002 ഇൻസേർട്ടഡ് എ ന്യൂ ആർട്ടിക്കിൾ 21A. 2002 86ാം ഭേദഗതി, ഭരണഘടനാ ഭേദഗതി, പുതിയ ഒരു ആർട്ടിക്കിൾ കൂടെ ആഡ് ചെയ്തു, ആർട്ടിക്കിൾ 21A. നെക്സ്റ്റ് അമെൻമെൻറ്റ്സ് ടു DPSps, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്കുള്ള ഭേദഗതികൾ. ആൻഡ് അമെൻമെൻറ്റ്സ് റിക്വയർ ദി അപ്രൂവൽ ഓഫ് 2/3 ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന 2/3 അംഗങ്ങളുടെ അംഗീകാരം ഒരു ഭേദഗതിക്ക് ആവശ്യമാണ്. മേജർ അമെൻമെൻറ്റ്സ് ആർട്ടിക്കിൾ 31C inserted into the Directive Principles of State Policies by the 25th Amendment Act of 1971 seeks to upgrade the DPSps. 1971 DPSp നവീകരിക്കാൻ 25ാം ഭേദഗതി നിയമം വഴി ശ്രമിച്ചിരുന്നു. ഇത് സംസ്ഥാന നയങ്ങളുടെ നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 48A which ensures protection and improvement of environment and safeguarding of forest and wildlife was added by the 42nd Amendment Act 1976. 1976 പരിസ്ഥിതിയെ മെച്ചപ്പെടുത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനെ പറ്റി ആർട്ടിക്കിൾ 48A 42ാം ഭേദഗതിയിൽ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 45 which ensures provision for free and compulsory education for children was added by the 86th Amendment Act of 2002. 2002 കുട്ടികൾക്കുള്ള സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തെ പറ്റി 86ാം ഭേദഗതി നിയമത്തിൽ പറയുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് കൺക്ലൂഷൻ.
DPSp are non-justiciable rights of the people. Directive Principles of State Policy എന്നത് ജനങ്ങളുടെ ന്യായീകരിക്കപ്പെടാനാവാത്ത അവകാശങ്ങളാണ്. ഗൈഡ്ലൈൻസ് ടു ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുള്ള മാർഗനിർദ്ദേശ തത്വങ്ങളാണ് ഇവ. നോട്ട് എൻഫോഴ്സിബിൾ ബൈ എനി കോർട്ട്, ഇത് ഒരു കോടതിക്കും നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. കൺസിഡേർഡ് ഫണ്ടമെൻ്റൽ ഇൻ ദ ഗവൺമെൻറ്റ്സ് ഓഫ് ദി കൺട്രി, അതായത് കോടതികൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നവയല്ലെങ്കിലും ഇത് രാജ്യഭരണത്തിൻ്റെ അടിസ്ഥാനപരമായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. ഇൻ ഫാക്ട് ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി സ്റ്റേറ്റ് ടു കെപ്റ്റ് ഇൻ മൈൻഡ് ഓഫ് DPSps വൈൽ ഫ്രെയിമിംഗ് ലോസ് ആൻഡ് പോളിസീസ് ടു എസ്റ്റാബ്ലിഷ് എ ജസ്റ്റ് സൊസൈറ്റി ഇൻ ദ കൺട്രി, അതായത് നീതിയുക്തമായ ഒരു സമൂഹം സ്ഥാപിക്കുന്നതിന് വേണ്ടി നയങ്ങളും രൂപപ്പെടുത്തുമ്പോൾ ഈ തത്വങ്ങൾ കൂടി അതിൽ പ്രചോദനപ്പെടുത്തേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ കടമയാണെന്ന് പറയുന്നുണ്ട്. ഇതോടെ എൻ്റെ പ്രസൻറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ഓൾ.